വെൽക്കം ബാക്ക് ടു അഡ്വഞ്ചർ ടോക്സ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻട്രസ്റ്റിംഗും അതിലേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് ടേംസ് ആണ്: ഈസ്ട്രജൻ ഡോമിനൻസ് ആൻഡ് സീനോ ഈസ്ട്രജൻസ്. അപ്പോൾ വുമൺസ് ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുന്ന മേജർ റോൾ ഉള്ളൊരു ഹോർമോണാണ് ഈസ്ട്രജൻ എന്ന് പറയുന്നത്. അപ്പോൾ സെക്ഷൽ ആൻഡ് റിപ്രൊഡക്റ്റീവ് ഹെൽത്തിനെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഫങ്ഷനാണ് ഈസ്ട്രജൻ മെയിൻ ആയിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ബോൺ മാസ്, ബോൺ ഹെൽത്തിനെയും മസിൽ ഹെൽത്ത്, കൊളസ്ട്രോൾ ലെവല്, ബ്ലഡ് ഗ്ലൂക്കോസ് ലെവല്, ബ്രെയിനിന്റെ ഫങ്ഷൻ, ഹാർട്ട് ഫങ്ഷൻ, ഇതിനെല്ലാം റെഗുലേറ്റ് ചെയ്യാനും കൂടെ ഈസ്ട്രജന് ഒരു മേജർ റോളുണ്ട്. കമ്പയർ ടു പ്രൊജസ്ട്രോൺ, ഈസ്ട്രജൻ ലെവൽ ഹൈ ആവുന്നതിനെ നമ്മൾ പറയുന്നതാണ് ഈസ്ട്രജൻ ഡോമിനൻസ്. അപ്പൊ ഈ ഒരു ഈസ്ട്രജൻ ഡോമിനൻസ് അവിടെ സംഭവിക്കുമ്പോൾ, അല്ലെങ്കിൽ പ്രൊജസ്ട്രോൺ ഈസ്ട്രജൻ ഒരു ഇംബാലൻസ് അവിടെ കോസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഇംബാലൻസ് അവിടെ സംഭവിക്കുമ്പോൾ എക്സാസർബേറ്റ് ചെയ്യുന്ന കുറച്ച് ഡിസീസ് കണ്ടീഷൻസ് ഉണ്ട്. PCOS, ഫിബ്രോയിഡ്സ്, യൂട്രൈൻ ക്യാൻസേഴ്സ്, അങ്ങനെ സംഭവിക്കാം. നമ്മുടെ ബോഡിയിൽ മെയിനായിട്ട് 3 ടൈപ്സ് ഈസ്ട്രജൻസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒന്ന് ഈസ്ട്രോണ്, പിന്നെ ഒന്ന് ഈസ്ട്രാഡയോള്, പിന്നെ ഒന്ന് ഈസ്ട്രയോള്. അത് ഓരോ ഫേസ് അനുസരിച്ചിട്ടാണ് ഈ ഡിഫറെന്റ് ഈസ്ട്രജൻസിന്റെ ലെവല് മാറുന്നത്. അപ്പോൾ പെരിമെനോപോസിൽ ഈസ്ട്രാഡയോളാണ് ഡോമിനേറ്റ് ചെയ്യുന്നതെങ്കിൽ പോസ്റ്റ് മെനോപോസിൽ ഡോമിനേറ്റ് ചെയ്യുന്നത് ഈസ്ട്രോൺ ആണ്. പിന്നെ ഈസ്ട്രയോൾ എന്ന് പറയുന്നത് വീക്ക് ആയിട്ടുള്ള ഒരു ഈസ്ട്രജനാണ്. അത് പ്രഗ്നൻസിയിൽ കുറച്ച് കാണും, അല്ലാതെ മെയിൻ ആയിട്ടുള്ള ഒരു റോൾ ഉള്ളതല്ല ഈസ്ട്രയോൾ എന്ന് പറയുന്നത്. മെയിൻ ആയിട്ട് 2 ടൈപ്പ് ഈസ്ട്രജൻ റിസപ്റ്റേഴ്സ് ഉണ്ട്. ഈസ്ട്രജൻ റിസപ്റ്റർ ആൽഫയും ഈസ്ട്രജൻ റിസപ്റ്റർ ബീറ്റയും. അതിൽ ഈസ്ട്രജൻ റിസപ്റ്റർ ആൽഫ എന്ന് പറയുന്നത് സെൽ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യുന്നവരാണ്. ഈസ്ട്രജൻ റിസപ്റ്റർ ബീറ്റ എന്ന് പറയുന്നത് സെൽ ഗ്രോത്തിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നവരാണ്. ഈ ഡയറക്റ്റ് ഈ ഈസ്ട്രജൻസ് മാത്രമല്ല, അതിന്റെ മെറ്റബോളൈറ്റ്സും ഇതുപോലെ ഇമ്പോർട്ടൻ്റ് ആണ്. 2-ഹൈഡ്രോക്സി എസ്ട്രോൺ ഉണ്ട്, 4-ഹൈഡ്രോക്സി എസ്ട്രോൺ ഉണ്ട്, 16-ആൽഫ ഹൈഡ്രോക്സി എക്സ്ട്രോൺ ഉണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് 2-ഹൈഡ്രോക്സി എക്സ്ട്രോണും 16-ആൽഫ ഹൈഡ്രോക്സി എക്സ്ട്രോണും. അതിൽ 2-ഹൈഡ്രോക്സി എക്സ്ട്രോൺ, അതായത് മൾട്ടിപ്പിൾ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട്. ഇതുപോലെ സെൽ പ്രോലിഫറേഷൻ പ്രൊമോട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ ക്യാൻസർ ഗ്രോത്തിന് ഇത് ചെയ്യുന്നത്, ആ സ്ട്രോങ് ആയിട്ടുണ്ട് ഈസ്ട്രജൻസിനെ ബ്ലോക്ക് ചെയ്ത് അങ്ങനെ വർക്ക് ചെയ്യുന്നവരാണ് ഈ 2-ഹൈഡ്രോക്സി എസ്ട്രോൺ എന്ന് പറയുന്നത്. ഇനി എക്സസീവ് ആയിട്ടുള്ള ഈ 16-ആൽഫ ഹൈഡ്രോക്സി എക്സ്ട്രോൺ എന്ന് പറയുന്നത്, ഈ പറഞ്ഞ പോലെ ഈ 16-ആൽഫ ഹൈഡ്രോക്സി എക്സ്ട്രോൺ ഈ സെൽ പ്രോലിഫറേഷനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ എക്സസീവ് ലെവൽസ് എന്ന് പറയുന്നത് കുറച്ച് കണ്ടീഷൻസ് ആയിട്ട് അസോസിയേറ്റഡ് ആണ്. ഇപ്പൊ ഇൻഫ്ലമേഷൻ ആയിട്ട് അസോസിയേറ്റഡ് ആണ്, ഒബിസിറ്റി ആയിട്ട് അസോസിയേറ്റഡ് ആണ്, ഈവൻ എക്സസ് ലെവൽ omega-6 ഫാറ്റി ആസിഡ്സ് ആയിട്ട് അസോസിയേറ്റഡ് ആണ്, ഹൈപ്പോതൈറോയിഡിസം, ആൻഡ് ഓഫ് കോഴ്സ് നമ്മുടെ പെസ്റ്റിസൈഡ് ടോക്സിറ്റി. ദെൻ ഇതുപോലെ 4-ഹൈഡ്രോക്സി എസ്ട്രോൺ, അതിന്റെ ഒരു സ്മോൾ എമൗണ്ട്, അതായത് 4-ഹൈഡ്രോക്സി എസ്ട്രോണിന്റെ ഒരു സ്മോൾ എമൗണ്ട് ഈ പറഞ്ഞ പോലെ ക്യാൻസറിന്റെ ഗ്രോത്തിനെ ഇത് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അത് DNA ഡാമേജ് ചെയ്തുകൊണ്ട്. അപ്പോൾ ഒരു ഹെൽത്തി ഈസ്ട്രജൻ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ മെഷേഴ്സ് എന്ന് പറയുന്നത് 2-ഹൈഡ്രോക്സി ഈസ്ട്രോൺ ആയിട്ട് കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ഈസ്ട്രജൻ സെൻസിറ്റീവ് ആയിട്ടുള്ള കണ്ടീഷനിൽ നമ്മൾ കൗൺസിൽ ചെയ്യില്ലേ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസും ഒക്കെ. അപ്പോൾ അതിൻ്റെ ഒക്കെ ഒരു ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 2-ഹൈഡ്രോക്സി ഈസ്ട്രോണിനെ പ്രൊഡ്യൂസ് ചെയ്യിക്കുക എന്നുള്ള, ആ പ്രൊഡക്ഷൻ കൂട്ടുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനത്തെ മെഷേഴ്സിൽ വരുന്നതാണ് ഇപ്പോൾ നമ്മുടെ എക്സസൈസ്, വെയിറ്റ് ലോസ്, അതുപോലെ omega-3 ഫാറ്റി ആസിഡ്സ് ഇൻടേക്ക് കൂട്ടുക, ഫ്ലാവനോയിഡ്സിന്റെ ഇൻടേക്ക് കൂട്ടുക, പോളിഫിനോൾസ്, നമ്മുടെ ഗ്രീൻ ടീ, അതുപോലെ നമ്മുടെ ക്രൂസിഫറസ് വെജിറ്റബിൾസിന്റെ ഇൻടേക്ക് എടുക്കുക, അങ്ങനെയൊക്കെ പറയുന്നത്. ഹോർമോൺ ബാലൻസ് കൺട്രോൾ ചെയ്യുന്നതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു ഫാക്ടർ ആണ് സ്ട്രെസ്. അതായത് സ്ട്രെസ് ഹോർമോൺ കോർട്ടിസോൾ, സ്ട്രെസ് ഉണ്ടാകുമ്പോൾ കോർട്ടിസോൾ ലെവലും കൂടുന്നു. അപ്പൊ ഈ സ്ട്രെസ് ഹോർമോൺ കോർട്ടിസോള് പ്രിക്കേഴ്സർ ആണ് ഈ പ്രൊജസ്ട്രോൺ എന്ന് പറയുന്നത്. അപ്പോൾ സ്ട്രെസ് സംഭവിക്കുമ്പോൾ അവിടെ പ്രൊജസ്ട്രോൺ ധാരാളമായി കോർട്ടിസോൾ ആയി മാറുന്നു. അവിടെ പ്രൊജസ്ട്രോണിന്റെ ലെവൽ കുറയുന്നു. ഈസ്ട്രജൻ പ്രൊജസ്ട്രോണിന്റെ ആ ഒരു ഇംബാലൻസിന് കാരണമാകുന്നു. അവിടെ പ്രൊജസ്ട്രോൺ കുറയുമ്പോൾ തന്നെ അവിടെ എന്ത് സംഭവിക്കുന്നു? ഈസ്ട്രജൻ ഡോമിനൻസിന് കാരണമാകുന്നു. ഇപ്പോൾ നമ്മൾ ഇതേവരെ സംസാരിച്ചത് നമ്മുടെ ബോഡിയിലുള്ള ഈസ്ട്രജൻസിനെ കുറിച്ചായിരുന്നു. അപ്പൊ ഇനി എൻവിറോൺമെന്റിലുള്ള, അല്ലെങ്കിൽ ഈസ്ട്രജൻ ലൈക്ക് കുറെ മോളിക്യൂൾസ് ഉണ്ട്. അതിന് നമ്മൾ സീനോ ഈസ്ട്രജൻസ്, ഫോറിൻ ഈസ്ട്രജൻസ് എന്നൊക്കെ പറയുന്നത്. ഇവരെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈസ്ട്രജൻ റിസപ്റ്റേഴ്സിന് തന്നെ ബൈൻഡ് ചെയ്ത് ആക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മുടെ പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സ്, അതുപോലെ പെസ്റ്റിസൈഡ്സ്, നമ്മൾ കൃഷിയിടങ്ങളിലൊക്കെ യൂസ് ചെയ്യുന്ന പെസ്റ്റിസൈഡ്സ്, പിന്നെ നമ്മുടെ കോസ്മെറ്റിക് പ്രോഡക്ട്സ്, ഇതിലെല്ലാം കൂടുതലായിട്ടുള്ള സംഭവങ്ങളാണ് സീനോ ഈസ്ട്രജൻസ്. ഇവരുടെ സ്ട്രക്ചേഴ്സ് ഈസ്ട്രജനോട് സിമിലർ ആയിരിക്കും. ഈസ്ട്രജൻ ആക്ട് ചെയ്യുന്ന അതേപോലെ ബോഡിയിൽ ആക്ട് ചെയ്യുകയും ചെയ്യും.
ഈസ്ട്രജന് നമ്മുടെ ബോഡി സ്ട്രക്ചറിലും ഒരു ഇമ്പോർട്ടന്റ് റോൾ ഉണ്ട്. അതായത് ഫാറ്റ്, ഈ തൈസ്, ഹിപ്സ്, ബൊട്ടോക്സ് എന്നിവിടേക്ക് ലൈക്ക് ഫാറ്റ് ഇതുപോലെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ഈ നോർമൽ ഈസ്ട്രജൻ ഉള്ള ആളുകളിൽ ഈ പറഞ്ഞ ഫാറ്റ് ഹിപ്പ് ആൻഡ് തൈസിലോട്ടാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക കൂടുതലും. അങ്ങനെ ആ ഒരു അവർ ഗ്ലാസ് അവിടെ പ്രൊവൈഡ് ചെയ്യും ആളുകളിൽ. എന്നാൽ ഈ ഒരു ഹോർമോണിന്റെ ഇംബാലൻസ്, അതായത് ഇപ്പൊ ഈസ്ട്രജൻ ഡോമിനൻസ് ആയിട്ട് നിൽക്കുന്നത് അല്ലെങ്കിൽ കുറയട്ടെ, അങ്ങനത്തെ കണ്ടീഷനിൽ ഈ പറഞ്ഞ ഫാറ്റ് ബൊട്ടോക്സിലും ഈ പറഞ്ഞ തൈസിലും ഹിപ്സിലും പോയിട്ട് ഒരു ആപ്പിൾ ഷേപ്പ് അല്ലെങ്കിൽ പിയർ ഷേപ്പിലോട്ട് കാരണമാകും. അപ്പൊ നമ്മൾ കൃഷിയിടങ്ങളിൽ യൂസ് ചെയ്യുന്ന പെസ്റ്റിസൈഡ്സ്, നമ്മുടെ വാർഡ്രോബിലെ കോസ്മെറ്റിക്സ്, അതുപോലെ നമ്മുടെ കിച്ചണിലെ പ്ലാസ്റ്റിക് വെയേഴ്സ്, അങ്ങനെ ഇതെല്ലാം സീനോസ്ട്രജൻസിന്റെ സോഴ്സസ് ആണ്. അപ്പോൾ ഒരു ഡെയിലി എക്സ്പോഷർ എന്നുള്ള ഒരു ഫാക്ടർ പോസിറ്റീവാണ്. അപ്പൊ നമ്മൾ ഈ കുറഞ്ഞ എമൗണ്ടിൽ കുറെ കാലം എക്സ്പോസ്ഡ് ആകുമ്പോൾ അവിടെ ഒരു അക്യുമുലേഷനുള്ള ഒരു ചാൻസ് ഉണ്ട്. ഡെയിലി നമ്മൾ കുറഞ്ഞ എമൗണ്ടിൽ ഇതിനോടൊക്കെ എക്സ്പോസ്ഡ് ആകുമ്പോൾ അവിടെ സീനോയിസ്ട്രജൻസിന് ആക്ട് ചെയ്യാനും അതിന്റെ അക്യുമുലേഷനും ഒക്കെ ഒരു റോള് മേജറായിട്ട് നമ്മുടെ ഹെൽത്തിൽ വരുന്നു. അപ്പോൾ നെക്സ്റ്റ് ജനറേഷന് വേണ്ടിയിട്ടെങ്കിലും ഇത്തരത്തിലുള്ള തിരിച്ചറിവുകൾ നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. അതിനനുസരിച്ചിട്ടുള്ള നല്ല സ്റ്റെപ്പുകളൊക്കെ നമുക്ക് എടുത്ത് മുന്നോട്ട് പോകാം. അപ്പോൾ കൂടുതൽ വീഡിയോസിനായി ഡു സബ്സ്ക്രൈബ് ആൻഡ് ഫോളോ അവർ ചാനൽ.